നീയല്ലേ പറഞ്ഞത് നിന്റെ ഭർത്താവ് വൈകുന്നേരം വരുള്ളൂ, എന്നിട്ടാണ് ഇപ്പൊ കയറി വന്നിരിക്കുന്നത്? ഞാൻ അറിഞ്ഞ അയാൾ യാത്രയും ക്യാൻസൽ ചെയ്ത് ഇപ്പൊ കയറി വരുമെന്ന്. ഇപ്പം അവന്റെ കയ്യിലെങ്ങാനും കിട്ടിയാണ്ടല്ലോ, എനിക്കൊരു കുടുംബം ഉള്ളതാണ്. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് കുടുംബം. ഇനിയിപ്പോ ഇവിടെ നിങ്ങനെ രക്ഷപ്പെടാവുന്നൊരു വഴി പറ. അറിയില്ല. നമുക്ക് അവനെ കൊന്ന് കെട്ടിത്തൂക്കാം. എന്താണ് അവിടെ? ഇവിടുത്തെ എവിടെ പോയി? ഓസ് കുറച്ച് പഴക്കമുണ്ടെങ്കിലും ഇത് പ്രശ്നമില്ല. വെള്ളത്തിന് പ്രഷർ ഉണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. പിന്നെ ഇത് പഴയതല്ലേ? അല്ല അങ്ങനല്ല. ഇവിടെ ശൃംഗരിച്ചോണ്ട് നിൽക്കോ? എന്തോ ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടുത്തെ ഓസ് കണ്ടില്ലല്ലോ, അപ്പൊ ഞാൻ അരുണിന്റെ ഓസ് വാങ്ങിക്കായിരുന്നു. അതെ, നമ്മൾ ഇവിടുത്തെ ഓസ് സേഫ് ആയിട്ട് ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ട്. നീങ്ങ വാ, ഞാൻ എടുത്തു തരാം. ഇവിടെ കുറച്ചു പേർക്ക് സഹായിക്കാൻ താല്പര്യം കൂടുതലാ, പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ. ബാ നീ പോടാ. നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ടേ ആകപ്പാടെ എന്നോട് മിണ്ടുന്നത് ആ ചേട്ടനും കുടുംബമാണ്. ഇന്ന് അവരെ കൂടെ പിണക്കിയപ്പോ നിങ്ങക്ക് തൃപ്തിയായല്ലോ. ഞാൻ ഒരു സഹോദരനെ പോലെ ആ ചേട്ടനെ കാണുന്നത്. നീ പറയുന്ന കേൾക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല സഹായം കിട്ടുന്നുണ്ടെന്ന്. നാണമുണ്ടാ നിനക്ക്? ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്ത് പോയി അവന്റെ അടുത്ത് നിന്ന് ആ പൈപ്പ് കണക്ഷൻ മേടിക്കാൻ. ഇതൊക്കെ വെറും മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ്. നിങ്ങൾ ഇത് എന്തൊക്കെയാ വൃത്തികേട് പറയുന്നേ? ഞാൻ നിങ്ങളോട് പറഞ്ഞതില്ലേ ആ പൈപ്പ് കേടാണോ ഒന്ന് നോക്കി തരണേന്ന്. അപ്പൊ നിങ്ങക്ക് വയ്യായിരുന്നല്ലോ എന്നും പറഞ്ഞ് നീ ഇതാണ് അവസരം എന്ന് വെച്ച് നേരെ അയൽവക്കത്ത് പോയി അവന്റെ അടുത്ത് നിന്ന് ആ പൈപ്പ് മേടിച്ച് കണക്ഷൻ സെറ്റ് ചെയ്തില്ലേടി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഈ ലുക്കിനും സംസാരത്തിനും തമ്മിൽ ഒരു ബന്ധവും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്റെ ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ എന്നോട് സംസാരിക്കരുത്. നിന്റെ ക്യാരക്ടർ അല്ലേ, അത്ര സ്വഭാവ സവിശേഷത ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. എടി, ഇപ്പൊ എവിടെ തിരിഞ്ഞു നോക്കിയാലേ നിന്റെ പല പഴയ കണക്ഷൻസും എനിക്ക് കാണാൻ പറ്റുന്നു. നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കിടക്കുന്നത് എനിക്കറിയാം. പിന്നെ ഞാനത് കാര്യമാക്കാത്തതാ. എങ്കിൽ നീ അത് കാര്യമായിട്ട് എടുക്കാൻ തുടങ്ങിക്കും. നിനക്കെതിരെ പല നല്ല എവിഡൻസുകളും എനിക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം ഞാൻ ഉറപ്പിക്കുന്ന ദിവസം നിന്റെ ജോലിക്ക് പോക്ക് ഞാൻ അങ്ങ് നിർത്തും. നിന്റെ 2 മുട്ടുകാലം തല്ലി ഒടിച്ച് നിന്നെ ഞാൻ ഈ വീട്ടിന്റെ അകത്ത് കിടന്നു. കേട്ടാടി? കിട്ടുന്ന ദിവസമല്ലേ, നിങ്ങക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേ. ചേട്ടാ, ഞാൻ കുളിച്ചിട്ടെ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ശരി. എടാ അളിയ, കടയൊക്കെ അടച്ചിട്ട് ഇറങ്ങിയ? ഓ എനിക്ക് തൊണ്ട വയ്യ. പിന്നെ ഞാൻ അടുത്ത ആഴ്ച നിന്റെ കടയിലോട്ട് വരണുണ്ട്. എനിക്കൊരു പുതിയ മൊബൈൽ വാങ്ങണം. ഒരു സംശയം ചോദിക്കാനാണ് നിന്നെ വിളിച്ചത്. ഞാൻ ഫോണിൽ ചില ആപ്പൊക്കെ ചില പാസ്വേഡ് ഇട്ടങ്ങ് ലോക്ക് ചെയ്തു. ഇപ്പം തുറക്കാൻ പറ്റണില്ല. എങ്ങനെ തുറക്കൊള്ളിയാ? ചേട്ടനോ? മായേ, ചേട്ടൻ എന്താ ഒന്ന് വിളിച്ചു പറയാതെ വന്നത്? ഓ, നിന്നെ വിളിച്ചു കൊണ്ടിട്ടുണ്ടോ ഞാൻ വരാൻ? ഇപ്പൊ നിന്റെ മുഖത്ത് വന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതല്ലേ ത്രില്ലൊക്കെ ശരി തന്നെ. പക്ഷെ വിളിച്ചു പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നോ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് മതി. പിന്നെ ഇവിടെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഇവിടെ അടുത്ത് വരേണ്ടി വന്നു. അപ്പൊ ഒന്ന് നിന്നെ കൂടി കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ശരി വാ. പിന്നെ ചേച്ചിയും പിള്ളേരും ഒക്കെ സുഖമായിട്ടിരിക്കുന്ന? സുഖമായിരിക്കുന്നു. അവളുടെ അഡ്മിഷൻ എന്തായി മോളുടെ? ഓ, അതൊന്നും പറയണ്ട, അതിന്റെ ഓട്ടത്തില്ല. അതിനിടയ്ക്ക് അങ്ങോട്ടൊന്ന് കയറിയത്. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ വിളിക്കാറുണ്ടോ? അന്ന് വസ്തു തർക്കത്തിന്റെ ഇടയിൽ കുറച്ച് സംസാരമായല്ലോ, അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറൊന്നുമില്ല. അതൊന്നും വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇവിടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടല്ലോ കൂടെ. ചേട്ടാ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പിന്നെ എടുത്തോ. ഡേ, തണുത്ത് എന്തെങ്കിലും മതിയാ, ചായ വേണ്ട. ആരിത്? റാം, നിങ്ങളെന്ത് ഈ സമയത്ത് ഇവിടെ? ഓ, ഒന്ന് അവളെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ഓ, അവളെ കാണാൻ വന്ന് കുറച്ച് കാര്യമായിട്ട് വരേണ്ടിണ്ടായിരുന്നു. അന്നപ്പോൾ ഇതുവരെ വന്നില്ലേ, അവിടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ വരുമ്പം വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വരണ്ടേ? ഓ, അതൊക്കെ വിളിച്ച് പറയണോ? അല്ല, വിളിച്ചൊക്കെ പറയാതെ വന്നാ കാണുന്നവർക്ക് പലതും തോന്നും.
വീട്ടിൽ ആണുങ്ങളില്ലാത്ത നേരമാണല്ലോ, അതാ. റാമിന്ന് പോയില്ലേ? പോയായിരുന്നു, പക്ഷെ നേരത്തെ വരേണ്ടി വന്നത് നന്നായി. എവിടെ അവള്? വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ. മായേ, ആരും ഇല്ലാത്ത സമയത്ത് ഇന്നടെ അവൻ വന്ന് ഇവിടെ ഇരിക്കുന്നത്? ചേട്ടൻ കേക്കും. കേക്കട്ട്, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ആണുങ്ങളില്ലാത്ത സമയത്താണോ വീട്ടിൽ ഇങ്ങനെ വലിഞ്ഞു കയറി വന്ന് ഇവിടെ ഇരിക്കണ്ടേ? അതിന്റെ അപ്പച്ചിയുടെ മോനല്ലേ, വേറെ ആരും അല്ലല്ലോ. അപ്പച്ചിയുടെ മോൻ എന്നൊക്കെ പറഞ്ഞ വകയിൽ നിന്റെ ഒരു മുറച്ചെറുക്കം തന്നെ ആണല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ മാറി തരാം. അതൊക്കെ പറയും. എനിക്ക് എന്റെ സഹോദരനെ പോയത്. ഓ, പട്ടാപ്പകല് കണ്ടവന്മാരെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റാം. ഞാനൊന്ന് ഒച്ച വെച്ച് സംസാരിച്ചാലാണ് അത് ബുദ്ധിമുട്ട്. അല്ല, നീ കാണിക്കൊന്നും ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തോന്ന് പറയുന്നേ? ഞാനൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത്, കേട്ടല്ല? എല്ലാം കൂടെ ചേർന്ന് ഒരു ദിവസം പിടിക്കുന്നുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യേ, ഇപ്പൊ കേക്കും. ഇങ്ങനെയൊക്കെ ഈ കാലത്തൊന്നും ഒരുത്തനും സഹോദരനൊന്നും ഇല്ല, സഹോദരിയൊന്നും ഇല്ല. വാർത്തയിലൊക്കെ കാണുന്നതാണല്ലോ പലതും. പിന്നെ നമ്മളെ പൊട്ടനാക്കാന്നാണ് ഇവിടെ പലരും വിചാരിക്കുന്നതെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ആ ചേട്ടാ, ചേട്ടൻ എന്താ ഒന്നും പറയാതെ പോയത്? എടി, നിന്റെ ഭർത്താവ് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തു പോയത്. ഇല്ലെങ്കിലേ അവനെ ഞാൻ കൈ വെച്ചേനെ. എനിക്ക് മനസ്സിലായി ചേട്ടാ, അത് കേട്ടിട്ടാ പോയെന്ന്. പുള്ളിക്കാരെ അങ്ങനെയാ ചേട്ടാ. അതവന് രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കുഴപ്പം. നീ എത്ര നല്ല കുട്ടിയാണെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ഇപ്പോൾ വിളിച്ചതേ, ചേട്ടാ ഈ കാര്യം ബന്ധുക്കളോട് ആരോടും പറയരുത്. എനിക്കതൊരു നാണക്കേടാണ്. ഞാനായിട്ട് നീ ആരോടും പറയണില്ല. പിന്നെ നാണക്കേട് അതവൻ തന്നെയായിട്ട് ഉണ്ടാക്കിയോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് കണ്ടുപിടിക്കാൻ എളുപ്പവഴി അവളുടെ വാട്സാപ്പ് നിങ്ങളുടെ ലാപ്ടോപ്പുമായി ബന്ധിപ്പിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്താൽ അവൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ അവളുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവൾ അത് അറിയുകയില്ല. ഇതിലൂടെ നിങ്ങൾക്ക് അവളുടെ സന്ദേശങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിയും. ഒടുവിൽ നിങ്ങൾക്ക് തെളിവുകൾ ലഭിക്കും. അവളിത് പൊതിയാതെ വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നു നാട്ടുകാരെ കാണിക്കാൻ. എന്റെ ദേഹം ഉണ്ടല്ലോ. നിന്റെ മറ്റവന്മാരെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇതും മേടിച്ചോണ്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചു കൊണ്ടുവന്നത്? ഇതിൽ ഞാൻ എന്താ ഇത്ര മറച്ചു കൊണ്ടുവരായിരിക്കുന്നേ? ഇത് വിൽക്കാൻ വെച്ചേക്കുന്നത് എന്നെ വാങ്ങിക്കാൻ വേണ്ടിട്ടല്ലേ? വാങ്ങിക്കാനൊക്കെ തന്നെ എന്നും വെച്ചോണ്ട് മേടിച്ചിട്ടേ നിന്റെ നെറ്റിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് വരാനല്ല പറഞ്ഞത്. ഇതൊക്കെ വല്ല പേപ്പറിലും പൊതിഞ്ഞ് ബാഗിന്റെ അകത്ത് വെച്ച് ആരെയും കാണിച്ച് മൂടാക്കാതെ കൊണ്ടുവരണം, മനസ്സിലായി? നിങ്ങൾക്ക് അത്ര നാണക്കേട് തോന്നുന്നുണ്ടെങ്കിലേ സ്നേഹമുള്ള ഈ ഭർത്താവ് എന്ത് ചെയ്യണം? ഇത് വാങ്ങിച്ച് പൊതിഞ്ഞ് എനിക്ക് കൊണ്ടു തരണം. ഞാൻ സാധനം വാങ്ങിക്കാൻ പോയപ്പോ പറഞ്ഞല്ലേ ഇതുകൂടെ മേടിക്കണമെന്ന്. അപ്പൊ നിങ്ങക്ക് പറ്റിയില്ലല്ലോ. ഓ, ഇനി സാധനം മേടിക്കാൻ പോകുമ്പോ ഞാൻ ഇതും കൂടെ എടുത്തോണ്ട് വരാം. എടി, ഒരു ആണിന് വാങ്ങിക്കാൻ പറ്റിയ സാധനമാണോ എടി? അപ്പൊ ഇത് ആണിന് വാങ്ങിക്കാൻ പറ്റിയ സാധനമല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇനി ഇതിനെ കുറിച്ച് എന്റെ അടുത്ത് സംസാരിക്കണ്ട. എന്റെ സംസാരം നീ നിർത്തുന്നതേ ഇത് ആണിന് വാങ്ങിക്കാൻ പറ്റാത്ത സാധനം ആയതുകൊണ്ടൊന്നും അല്ല. നീ ഇത് ആരെ കാണിക്കാനാണ് ഇത്രയും തുറന്നു പിടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുമെന്നുള്ള നിന്റെ പേടി കാരണം. നിങ്ങളെ ബോധിപ്പിക്കാൻ എന്റെ കയ്യിൽ എന്തായാലും തൽക്കാലം ഒരു ന്യായീകരണമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ അതങ്ങ് വിചാരിച്ചോ. എനിക്ക് വയ്യാന്ന് പറഞ്ഞങ്ങ് പോയാ മതിയല്ല. പേടിയല്ലേ ഞാൻ പലതും കണ്ടുപിടിക്കുന്നു. ഇതെന്തൊട്ട് ഇങ്ങനെ നോക്കുന്നേ? ഈ ഉടുപ്പിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഇതാരാണ് നിനക്ക് വാങ്ങിച്ചെന്ന്? നീ ഇത് ആദ്യമായിട്ടായിരുന്നു. സത്യം പറ, ആരെ കാണിക്കാനാ ഇത് ഇട്ടോണ്ട് നമ്മൾ റിസപ്ഷന് പോകുന്നത്? നിനക്ക് വല്ലവന്റെ ഫ്രണ്ടിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കാനേ ഞാൻ നിന്റെ ഡ്രൈവർ ആവണം? നിങ്ങൾ ഇത് എന്തൊക്കെയാ വിളിച്ചു പോകുന്നേ? നാവിന് ലൈസൻസ് ഇല്ലെന്ന് എഴുതിയേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്. നിന്നെ കുറിച്ച് പറയാനുള്ള ലൈസൻസ് 8 ഇട്ടെടുത്തവനാണ് ഞാൻ. ഈ കമ്മലും ഇതും ആരാണ് നിനക്ക് വാങ്ങിച്ചെന്ന്? അതോ ഇത് രണ്ടും വേറെ വേറെ ആൾക്കാരെ വാങ്ങിച്ചെന്ന്? എന്റെ പൊന്ന് ചേട്ടാ, ഇതൊക്കെ കേട്ട് ഞാൻ മടുത്ത്. നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഈ ഉടുപ്പായാലും കമ്മലായാലും ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത കാശിനുണ്ടാക്കുന്നതാ.
അതിനാണ് എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചു വിട്ടത്. നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ച് വിട്ടതിന്റെ ഗുണവധികാരം എന്നെ കൊണ്ട് പറയിക്കരുത്. നിന്റെ കൂടെ കോളേജിൽ പഠിച്ച പലവന്മാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ നിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നീ പണിക്ക് പോകുന്നത് അത് അവിടുത്തെ ആണുങ്ങളുമായിട്ട് കൊഞ്ചാനല്ലേ? എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത ഒറ്റ കാര്യമുള്ളൂ. എന്താണ് അവന്മാർ ഈ തടിയിൽ കാണുന്നതെന്ന് വെച്ചിട്ട് നിന്റെ പുറകെ ഇങ്ങനെ പട്ടികൾ വരുന്നവർ വരുന്നത്? സ്വന്തം ഭാര്യയുടെ വണ്ണേ ഹോർമോൺ ചേഞ്ച് കൊണ്ടാണെന്ന് പോലും മനസ്സിലാവാത്ത താനൊക്കെ ഒരു ഭർത്താവ് എന്ന നിലയിൽ തീർത്തും പരാജയം അല്ലേടോ. ഇനി ഞാൻ നിന്റെ ഹോർമോണിന്റെ പുറകെ പോകുമ്പോ വേണം നിനക്ക് നീ 10 മറ്റവന്മാരായിട്ട് വാട്സാപ്പിൽ ചാറ്റാൻ അല്ലേ? അത് നോക്കാനല്ലേ നിങ്ങൾ എന്റെ ഫോൺ ഹാക്ക് ചെയ്താ, എന്നിട്ടൊന്നും കിട്ടിയില്ലേ? ഞാൻ അറിഞ്ഞില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചേ? ഞാൻ നോക്കുമായിരുന്നു നിങ്ങൾ എത്ര ദൂരം വരെ പോവൂന്ന്. നീ വിളിച്ചിട്ട് എന്താണ് ഈ ഫോൺ എടുക്കാത്ത? ഞാൻ തുണി വിരിക്കുകയായിരുന്നു. ഈ 5 തുണി വിരിക്കാൻ നിനക്ക് ഇത്രയും സമയം വേണ്ടല്ലോ. ഞാൻ നിന്നെ 3 വട്ടം വിളിച്ചില്ലേ? ഞാൻ മുകളിൽ തുണി വിരിക്കാൻ കയറിയതിനു ശേഷമായിരിക്കും വിളിച്ചത്. ഞാൻ കേട്ടില്ല സൗണ്ട്. നിനക്ക് എന്താടി ഒരു പരുങ്ങല്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കുമ്പോ അപ്പ ഫോൺ എടുക്കണോന്ന്? എന്നും പറഞ്ഞ് തുണി കഴുകി കൊണ്ടുവരുന്നതിന്റെ കൂടെ ഫോൺ കൂടെ എടുത്തോണ്ട് വരാൻ പറ്റുമോ? തുണി കഴുകി കൊണ്ടുവരുമ്പോ മാത്രമല്ല, കൂടെ വല്ലവരും ഉണ്ടെങ്കിലും ഫോൺ എടുക്കാൻ പറ്റൂല. ഇറങ്ങി ഓടാ. കപ്പിയിട്ട് വല്ലതും കിട്ടിയോ? ഇത്തവണ നീ രക്ഷപ്പെട്ടു. അടുത്ത തവണ ഞാൻ പൊക്കും. അതുമാത്രമല്ല, ഇന്ന് തന്നെ ഞാൻ ആരെങ്കിലും വിളിച്ച് ഈ വീടിന്റെ ചുറ്റും CCTV ക്യാമറ വെക്കുന്നുണ്ട്. ഇനി നീ ഈ പരിപാടി കാണിക്കുന്ന എനിക്കൊന്ന് കാണണം. ശരി. എടി, നീ പ്രഗ്നന്റ് പറഞ്ഞിട്ട് നിനക്കെന്തൊരു സന്തോഷമില്ലാത്തത്? സന്തോഷമൊക്കെ ഉണ്ടടി, പക്ഷെ വീട്ടിലെ അവസ്ഥ ആലോചിക്കുമ്പോഴാ ഞാനിത് ചെന്ന് റാമിനോട് പറയുമ്പോൾ അവിടെ സന്തോഷമാണോ ഞെട്ടലാണോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിന് ഞെട്ടുന്നെന്തിനാ? നിങ്ങൾ കുട്ടികൾ വേണ്ടെന്ന് പ്ലാൻഡ് ആയിരുന്നെങ്കിലും അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് ഒക്കെ ഇപ്പൊ കോമൺ അല്ലേ? എടി, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷെ റാമിന്റെ സംശയങ്ങള് വേറെ പല വഴിക്കുമായിരിക്കും. എത്ര തന്നെ ഭാര്യയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലുവേ ഈ സംശയരോഗം എന്ന് പറയുന്നത് ഒരു തരം ടോക്സിക്കാ. ഇനി ഇത് ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വേണം അടുത്തിട്ട് എനിക്ക് കിട്ടാൻ. എന്തായാലും നീ ഇത് ഇപ്പോഴൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളൊന്നിരുന്ന് സംസാരിക്കും. സമയം പോലെ ഇരുന്ന് സംസാരിച്ചൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം നീ ഇത് അവിടെ എത്തിച്ചാൽ മതി. എനിക്കും തോന്നുന്നു അതായിരിക്കും നല്ലത്. ചേട്ടാ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ചേട്ടാ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ വിളിച്ചോളാം. ചേട്ടാ, ഇങ്ങനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കരുത്. മാനേജർ എങ്ങാനും കണ്ട ഓഫീസിൽ അത് വലിയ പ്രശ്നമാവും. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എനിക്ക് വീഡിയോ കോളിൽ സംസാരിക്കാൻ പറ്റില്ല. ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മിസസ് മായ, ഇങ്ങനെ ആണുങ്ങളെ വിളിച്ച് ഓഫീസിൽ ഇരിക്കാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യമില്ല. നിങ്ങളിവിടെ എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും അവിടെ CCTV ഇരിക്കുന്നുണ്ട്, അതിലൂടെ എല്ലാം കാണാം. സാർ, അത് ഹസ്ബൻഡ് ഒരു അത്യാവശ്യമായിട്ട് വിളിച്ചിട്ടാണ് ഞാൻ കോൾ എടുത്തത്. ഹസ്ബൻഡ് ഒക്കെ അങ്ങ് വെളിയിൽ. ഹസ്ബൻഡിന്റെ കാര്യം നോക്കിയിരിക്കാനാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇയാൾ കഴിഞ്ഞ ആഴ്ച എന്ന റിപ്പോർട്ടിൽ മൊത്തം മിസ്റ്റേക്സ് ആയിരുന്നു. അതിന് സീനിയേഴ്സിന്റെ മൊത്തം വായിക്കണായിട്ട് ഞാനാണ്. ഇത്ര അശ്രദ്ധയൊന്നും ഇവിടെ എന്റർടൈൻ ചെയ്യാൻ പറ്റൂല. തനിക്ക് പറ്റില്ലെങ്കിൽ പറ, അവിടെ പുറത്ത് 10 പേര് കാത്തിരിപ്പുണ്ട്. ഇത് തന്നെ ലാസ്റ്റ് വാടിക്കാണ്. ഇനി ഇതുപോലെ വല്ല ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യും. സോറി സാർ, ഇനി ആവർത്തിക്കില്ല. ആരാടി ഇത്? ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അരുണില്ലേ, അരുണിന്റെ മോനാ. അരുണിന്റെ വൈഫിനൊരു ആക്സിഡന്റ് ആയി. അപ്പം അവര് ഹോസ്പിറ്റലില്ല. കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. ഇന്നൊരു ദിവസത്തേക്ക് കൂടെ നിർത്തുമെന്ന് ചോദിച്ചു. ഏതരുണിന്റെ?
എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ല അരുൺ പ്രഭാകർ, അവൻ്റെയാ. ഓ, മറ്റേ ന്യൂ ഇയർ പാർട്ടിക്ക് നിന്റെ തോളി കൈയിട്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാരും അവനല്ലേ? അവന്റെ ഭാര്യക്ക് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞില്ലേ, ആക്സിഡന്റ് ആയതാ. ആക്സിഡന്റ് ആയതോ അതോ നീയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ട് അവനെ കളഞ്ഞിട്ട് പോയാലോ? ഛേ, നിങ്ങൾ ഇതിലും തുടങ്ങിയോ? പുറത്തുനിന്നുള്ളൊരു കുഞ്ഞു കൂടെ നിൽക്കയില്ലേ? അങ്ങനെ ഉള്ള സത്യമൊക്കെ ഞാൻ വിളിച്ച് പറയണ്ടെങ്കിലേ ആ കൊച്ചിന്റെ തന്തയെ വിളിച്ചിട്ട് കൊച്ചിനെ വേഗം പറഞ്ഞേക്ക്. ചേട്ടാ, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിർത്താൻ പറ്റില്ല. അരുണിന്റെ പേരൻസും ആ കുട്ടിയുടെ പേരൻസും ഒക്കെ നാളെ നാട്ടിൽ നിന്ന് എത്തത്തുള്ളൂ. എടി, നീ കൂടുതൽ നാടകം കളിക്കല്ലേ. ഈ പേരും പറഞ്ഞ് നാളെ രാവിലെ അവൻ ഇവിടെ ഇങ്ങോട്ട് വരാനല്ലേ? എപ്പോഴാ വരാന്ന് പറഞ്ഞ്? ഞാൻ ഓഫീസിൽ പോയതിനു ശേഷം. നിന്റെ ഈ പദ്ധതി ഒന്നും ഇവിടെ ബലിക്കാൻ പോകുന്നു. ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചോണം, കേട്ടല്ലോ? എന്നിട്ട് നീ വീട്ടിൽ കയറിയോ എന്നും പറഞ്ഞ് അതുവരെ ഞാൻ പുറത്തു വയ്ക്കണോ? ആ, നിൽക്കണം. എടി, നീ ഈ നിൽക്കുന്ന വീടുണ്ടല്ലോ, അത് എന്റെയാ. ഇവിടെ എന്റെ നിയമങ്ങളെ നടക്കത്തു. ഞാൻ പറഞ്ഞെന്ന് വെച്ച് നീ രാത്രി ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയല്ലേ കൊച്ചിനെയും കൊണ്ട്? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ പേരിലുള്ള വീടാണ്, ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്? പിന്നെ ഞാൻ രാത്രി എന്ത് ചെയ്യണം? എന്നിട്ട് നീ രാത്രി എങ്ങോട്ട് പോയി? നിന്റെ ഫോണിന്റെ ലൊക്കേഷൻ ഓഫ് ആയിരുന്നല്ലോ. അപ്പൊ ഇയാള് എന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത് മാത്രമല്ല ലൊക്കേഷനും ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലേ? ട്രാക്ക് ചെയ്യോടി, ട്രാക്ക് ചെയ്യും. നിനക്ക് ആഹാരവും തന്ന് നിന്നെ നോക്കുന്നത് ഞാനാണെങ്കിൽ നിന്റെ മേളിൽ അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്ന് ആര് പറഞ്ഞു? ഒരു അവകാശമില്ല. തന്റെ ഒപ്പം ശമ്പളം മേടിക്കുന്ന ഒരാള് തന്നെയാ ഞാനും. അതിന്റെ അഹങ്കാരത്തിലായിരിക്കും നീ ഇന്നലെ കൊച്ചിനെയും കൊണ്ട് നിന്റെ കാമുകന്റെ അടുത്തോട്ട് പോയത്. എടാ ഭ്രാന്ത, ഞാൻ ഇന്നലെ ഫുൾ എന്റെ ഓഫീസിലായിരുന്നു നൈറ്റ്. എനിക്ക് ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ അരുണിന്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നിട്ട് നീ ആ കൊച്ചിനെ കൊണ്ട് കൊടുത്തത് അവന്റെ ബെഡ്റൂമിലല്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? ശരിക്കും നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് വേണമായിരിക്കും ആ ഡോക്ടറുമായിട്ട് നിനക്ക് ബന്ധം സ്ഥാപിക്കാൻ. നീ എന്നെ തല്ലും അല്ലേടി? ഗ്രീഷ്മ, മായക്ക് എങ്ങനെയുണ്ട്? ഇയാളൊക്കെ ഒരു ഭർത്താവാണോ? അവള് പ്രഗ്നന്റ് ആയിരുന്നു, ആൾക്കാളുടെ കുഞ്ഞിനെ നഷ്ടമായി. ഇപ്പൊയൊക്കെ സമാധാനായോ? ഇയാളുടെ ഒരു സംശയരോഗം. അവള് പ്രഗ്നന്റ് ആയിരുന്നോ? അവള് നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു? എന്തിനാ അവൾ ഈ കാര്യം പറഞ്ഞ് സംശയിക്കാനോ? ഇനി നിങ്ങൾ അവളുടെ മുന്നിൽ ചെന്ന് പെടരുത്. അവൾക്ക് ഇനി നിങ്ങളെ കാണണ്ട. ഒരിക്കലും നിങ്ങൾ അവർക്ക് മനസ്സമാധാനം കൊടുക്കില്ല. ഇനി ഒട്ടും കൊടുക്കാൻ പോകുന്നുമില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ കോള് വരുമ്പോഴത്തേനും അവൾ എന്തോരം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ വെപ്രാളോ, ആ വിഷമോ, ആ ദേഷ്യവും ഒക്കെ. നിങ്ങളെപ്പോലുള്ള ഭർത്താവിനെ ഇനി അവർക്ക് ആവശ്യമില്ല.